ഈ സമയത്ത് ഷാരൂഖ് കുര്യൻ ഒരു കാര്യം താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തില് ഷാരൂഖ് ഖാനെ കാണിച്ചിരുന്നു. താങ്കളുടെ ഭർത്താവ് ഒരിക്കൽ ഷാരൂഖ് ഖാനെ കാണാൻ പോയി ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? അതെ അതെ. അതെവിടെ പോയി അദ്ദേഹം? ഇവര് ബോംബെ സെറ്റിൽഡ് മലയാളീസ് ആണ്. ചെറുപ്പം തൊട്ടേ കേരളത്തിൽ എവിടെയാ അദ്ദേഹത്തിന്റെ വീട്? റാന്നി. ആ, അപ്പൊ ഇപ്പോഴും പപ്പയും മമ്മയും ബ്രദറും ഒക്കെ അവിടെ തന്നെയാണ്. ഇത് കുട്ടിയായിരിക്കുമ്പോഴാ, അതായത് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 11 വയസ്സുള്ള ചെറുക്കൻ. അപ്പൊ പറയാൻ കാര്യം, മമ്മി ഞാൻ പറഞ്ഞ രണ്ട് മക്കളെ ഭയങ്കര കുരുത്തക്കേടാണ്. അപ്പൊ ഞാൻ എന്റെ മമ്മി എടുത്തു പറയാം, എന്റെ മമ്മി ഒരു നിവർത്തിയിൽ എന്തോ കുരുത്തക്കേടായി പിള്ളേരെന്ന് പറയുമ്പോൾ അതെങ്ങനെ അല്ലാതിരിക്കും? ഭർത്താവ് പിന്നെ വേറെ എന്തോന്നാ വിചാരിച്ചേക്കാം, അവനെ ഒപ്പിച്ചു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് ഈ കഥ പപ്പായും മമ്മയും കൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ചെറുക്കന് ഒരു 11 വയസ്സ് പ്രായമുള്ളപ്പോ ഇവര് ബോംബെയിലായിരുന്നപ്പം അന്നും അദ്ദേഹത്തിന് ഈ സിനിമ ക്രേസ് ഉണ്ട്. ഇപ്പോഴും ഭയങ്കര സിനിമ ക്രേസ് ഉള്ള ഒരു മനുഷ്യനാണ്. അന്ന് ഷാരൂഖ് ഖാനെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് പറയാതെ ഷാരൂഖ് ഖാൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി. ഇത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ സ്കൂള് കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ കാണാത്തതുകൊണ്ട് അപ്പനും അമ്മയും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. എല്ലായിടത്തും വിളിച്ചു പറയുന്നു, പലയിടത്തും ഫോൺ ചെയ്ത് പറയുന്നു, ഫ്ലാറ്റിലുള്ള എല്ലാവരും അന്വേഷിച്ചിറങ്ങുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസുകാർ ഒരു വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ പള്ളിയിൽ കുറെ ആൾക്കാരുണ്ട്, അവരും അവരുടെ വഴിക്ക് പല ഇത് വെച്ചിട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കൊച്ചിനെ കിട്ടുന്നില്ല. അവസാനം പിറ്റേ ദിവസം വെളുപ്പിനെ, അന്ന് ആ രാത്രി കഴിഞ്ഞ് വെളുപ്പിനെ അവിടെങ്ങാണ്ടുള്ള ആ ഭാഗത്തുള്ള ഒരു പോലീസുകാരനോ സെക്യൂരിറ്റി ആരോ വാച്ച്മാനോ ആരാണ്ട് ഇങ്ങനെ ഒരു കൊച്ചു ചെറുക്കൻ ഇതുവഴി കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചപ്പം അത് കാര്യമായിട്ട് കൃത്യമായിട്ട് പറയാൻ അറിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുക്കൻ എന്ത് നിങ്ങളെ കൊച്ചു കാണാതെ പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചെറുക്കൻ ഇതുവഴി കൂടെ കറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ തിരിച്ചേൽപ്പിച്ചു. അത് അന്ന് 11 വയസ്സ് പ്രായം. അന്ന് 11 വയസ്സ് പ്രായം, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. ഷാലുവിന്റെ മനസ്സിലുള്ള ആരാധനാ പാത്രമായ സിനിമ നടനാരാ? കമലഹാസൻ. അന്ന് ഈ ഷാരൂഖ് ഖാൻ അല്ല. ഷാരൂഖ് ഖാൻ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രിഫറൻസ് ഉണ്ടായിരിക്കും, ആരാണ് ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറയുന്നല്ലേ. എനിക്കതൊരു പടി മുകളിലുള്ളത് കമലഹാസൻ. കമലഹാസനാ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റിയിട്ടില്ല. കാണണമെന്ന് എനിക്കറിയായിരുന്നു. ഇവിടെ വന്ന കാര്യം എനിക്കറിയായിരുന്നു. ഈ ഫ്ലോറിൽ കയറി നോക്കിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. കാര്യം അദ്ദേഹത്തിന് ചിലപ്പോൾ ചെന്നൈയില് ഈ ഫ്ലവേഴ്സ് ഒരു കൂടി ചെയ്യാമല്ലോ, അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ യൂട്യൂബിലൊക്കെ ഇട്ട് കണ്ടെന്നു. അപ്പോ ഇവിടെ വന്ന് ഇതൊക്കെ നോക്കി കൊള്ളാം, ഇനി വരുമ്പോ സാർ എന്നോട് പറയണം സാർ. ഓക്കെ. അപ്പൊ അത്രയും ആരാധനയുണ്ട്. അത് ഇപ്പോഴുണ്ടോ? ഉണ്ട്. ഇപ്പോഴെങ്കിലും അദ്ദേഹത്തെ വീണ്ടും കാണുവാണെങ്കിൽ ഞാൻ താങ്കളെ കുറിച്ച് പറയും.